ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. ഓവൺ വെച്ചിട്ടും അല്ലാതെയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 കപ്പ് പാല് ചെറു ചൂടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അല്പം ഓയിലും എടുത്തിട്ടുണ്ട്. ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 3/4 കപ്പ് ചെറു ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി പൊടി കുഴയ്ക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ പൊടിയിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അല്പം കൂടെ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എയർ കളയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഓവനിലും ഒന്ന് സ്റ്റൗ ടോപ്പിലും. അതിന് വേണ്ടിയിട്ട് ഇത് 2 പോർഷൻസ് ആക്കിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്പം ഉപ്പ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ഫ്രിഡ്ജിൽ നിന്ന് ബട്ടർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫില്ലിങ്ങിന് വേണ്ടി തന്നെ ഞാനിവിടെ കുറച്ച് മോzzarella ചീസും ഒറിഗാനോയും കുറച്ച് ഉണക്കമുളക് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളി എടുത്തിട്ട് ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ എണ്ണ തടവിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് ഈ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബട്ടർ ഗാർലിക് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം ഒറിഗാനോ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണം. ഉണക്കമുളക് പൊടിച്ചതും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷനിൽ മോzzarella ചീസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നേരെ പകുതിയായിട്ട് ഒന്ന് സെമി സർക്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ബട്ടർ ഗാർലിക് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഒറിഗാനോ വിതറുക. അല്പം ഉണക്കമുളക് പൊടിച്ചതും ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനെങ്ങനെ അത് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ ഞാനൊരു ബിരിയാണി പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഉപ്പ് നിരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്നിട്ട് ഈ ഗാർലിക് ബ്രെഡ് ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടോട് കൂടി കിടക്കുന്ന പോട്ടാണ്, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരെണ്ണം കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 to 25 മിനിറ്റ്സ് ആണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ചിട്ടുള്ള ഗാർലിക് ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.